നെക്സ്റ്റ് ആറ്റിങ്ങൽ കലാപം. എന്താണ് ആറ്റിങ്ങൽ കലാപം? എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം. തദ്ദേശീയരായ ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ഡികശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും 5 തെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. എന്താണ് ചെയ്യുന്നത്? ജനങ്ങൾ ബ്രിട്ടീഷ് പാണ്ഡികശാല ആക്രമിച്ചു, 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊന്നു, 5 തെങ്ങ് കോട്ട പിടിച്ചെടുത്തു. വൻതോതിലെ അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുകളുമാണ് ജനങ്ങളുടെ അമർഷത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഏതാണ്? വൻതോതിലെ അഴിമതി, കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. കൂടാതെ മാമൂൽ പ്രകാരം ആറ്റിങ്ങൽ റാണിക്ക് നൽകി വന്നിരുന്ന പാരിതോഷികം പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാൻ വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ 1721 ഏപ്രിൽ 15-ന് 140 സൈനികരുടെ അകമ്പടിയോടെ അത് നേരിട്ട് റാണിക്ക് എത്തിക്കാൻ ശ്രമിച്ചു. പ്രദേശവാസികൾ ഇതിനെതിരെ തിരിയുകയും സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ച് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പം പ്രധാനമായിട്ടും കാരണങ്ങൾ പറയുന്നത്, ആറ്റിങ്ങൽ കലാപത്തിൻ്റെ കാരണങ്ങൾ പറയുന്നത്, ഒന്നെന്താണ്? വൻതോതിൽ അഴിമതിയാണ്. രണ്ടെന്താണ്? കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടാണ്. മൂന്നാമത് ഫ്യൂഡൽ പ്രഭുക്കന്മാരെ പിള്ളമാരിലൂടെ എത്തിക്കാനായിട്ട് പാരിതോഷികം കൊടുക്കണമല്ലോ ആറ്റിങ്ങൽ റാണിക്ക്. അപ്പം ഈ ഫ്യൂഡൽ പ്രഭുക്കളായ പിള്ളമാരിലൂടെ എത്തിക്കാനായിട്ട് വിസമ്മതിച്ച ഇംഗ്ലീഷുകാർ നേരിട്ട് കൊണ്ടുപോവാണല്ലേ ഇതൊക്കെ. അപ്പോൾ 1721 ഏപ്രിൽ 15-ന് 140 സൈനികരുടെ അകമ്പടിയോടെയാണ് ഇത് റാണിക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് അവിടെ ഈ ആറ്റിങ്ങൽ കലാപത്തിലേക്ക് കാരണമാകുന്നത്. നെക്സ്റ്റ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ ഒരു നിര തന്നെ അയച്ചുവിട്ടു. സിലോണിൽ നിന്ന് പീരങ്കി പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായ കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. എന്താ പറയുന്നത്? മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സിലോണിൽ നിന്ന് പീരങ്കി പടയുമായി ഒരു ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായി കൽക്കുളത്തേക്ക് നീങ്ങുകയും ചെയ്തു. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10-ന് കുളച്ചലിൽ വെച്ച് ഏറ്റുമുട്ടുന്നതിനും ഡച്ചുകാരുടെ പരാജയത്തിനും കാരണമായി. അപ്പോൾ എന്നാണ് കുളച്ചൽ യുദ്ധം? 1741 ഓഗസ്റ്റ് 10-നാണ്. ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാർ തടവുകാരായി പിടിക്കപ്പെട്ടു. അപ്പോൾ ക്യാപ്റ്റൻ ഡിലനോയ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന് വലിയ കപ്പിത്താനായി മാറി. അപ്പോൾ ഡിലനോയ്